വ്രതവിശുദ്ധിയിൽ ചെറിയ പെരുന്നാൾ ആഘോഷം. വ്രതവിശുദ്ധിയിൽ ചൈതന്യം നേടിയെടുത്ത മനസ്സുമായി ഇസ്ലാം സമൂഹം ചെറിയ പെരുന്നാൾ അഥവാ ഈദുൽ ഫിത്തർ ആഘോഷിച്ചു. സ്വന്തം അനുഭവത്തിലൂടെ വിശപ്പറിഞ്ഞ് മറ്റുള്ളവരെ കൈകോർത്ത് പിടിച്ചാണ് മാനവ സന്ദേശം പരത്തി മുസ്ലിം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും വലിയ സന്ദേശം നൽകുന്ന ആഘോഷം കൂടിയാണ് ഈദുൽ ഫിത്തർ എന്ന ചെറിയ പെരുന്നാൾ. ഫിത്തർ സക്കാത്തുകൾ നൽകി തനിക്കറിയുന്ന ആരും പെരുന്നാൾ ദിനം പട്ടിണി കിടക്കുന്നില്ല എന്നുകൂടി വിശ്വാസികൾ ഉറപ്പുവരുത്തുന്ന ദിവസം. പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക, അല്ലാഹു നൽകിയ ഭക്ഷണത്തിൽ പങ്കുവെക്കലുകൾ ഉണ്ടാവുക എന്നിവയാണ് ഈ പെരുന്നാളിന്റെ പ്രധാന ഘടകങ്ങൾ. ചന്ദ്രചക്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതിനാൽ വ്യത്യസ്ത ദിനങ്ങളിലാണ് എല്ലാ വർഷവും പെരുന്നാൾ ആഘോഷം. ഞായറാഴ്ച വൈകിട്ട് മലപ്പുറം പൊന്നാനിയിലും കോഴിക്കോട് കാപ്പാടുമാണ് ചന്ദ്രപ്പിറവി ദൃശ്യമായത്. ഇതോടെയാണ് മുസ്ലിം സമൂഹം നോമ്പ് 29 പൂർത്തിയാക്കി ആഘോഷത്തിലേക്ക് കടന്നത്. അച്ചടക്കവും വിശുദ്ധിയും ദൈവഭക്തിയും സഹജീവി സ്നേഹവും പരോപകാരപ്രിയവുമുള്ള വിശ്വാസി സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള പരിശീലനകാലമായിരുന്നു റമദാൻ മാസം. സ്രഷ്ടാവിലേക്ക് സ്വയം അർപ്പിച്ച പ്രാർത്ഥനാ നിർഭരമായ ദിനരാത്രങ്ങൾ സമ്മാനിച്ച ആത്മവിശുദ്ധിയോടെയും ഊർജ്ജത്തോടെയുമാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് കടന്നത്. പുണ്യങ്ങളുടെ പെരുമഴക്കാലമാണ് കടന്നുപോയത്. ജീവിതകാലത്ത് ചെയ്ത എല്ലാ തിന്മകളെയും കരിച്ചുകളയാൻ റമസാനിലെ ആരാധനാ കർമ്മങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇസ്ലാം വിശ്വാസം. ശാരീരികവും ആത്മീയവുമായുള്ള ശുദ്ധീകരണമാണ് നോമ്പിന്റെ പ്രധാന ലക്ഷ്യം. ഈദുൽ ഫിത്തറിന്റെ ദിനത്തിൽ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ മുഴുകുന്നു. കുടുംബാംഗങ്ങൾക്കും കുട്ടികൾക്കുമിടയിൽ സമ്മാനങ്ങൾ കൈമാറുന്നതും മധുരപലഹാരങ്ങൾ കൊടുക്കുകയും അയൽവീടുകളിലെ കുടുംബവീടുകളിലും സന്ദർശനവും ഇതിൽ ഉൾപ്പെടും. പള്ളികളിലേക്കും പ്രത്യേകം സജ്ജമാക്കിയ ഈദ് മൈതാനിയിലേക്കും എത്തിയാണ് വിശ്വാസികൾ പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നതും പരസ്പരം സാഹോദര്യം പങ്കുവയ്ക്കുന്നതും. തുടർന്ന് പ്രിയപ്പെട്ടവരുടെ കബറിടത്തിലെത്തി പ്രാർത്ഥന നടത്തും. നമ്മൾ നമസ്കരിച്ചു. നമ്മൾ തഹജ്ജുദിന് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് അത് ഖിയാമുൽ ലൈൽ നമസ്കാരമാണ്. ആ ഒരു ഖിയാമുൽ ലൈൽ നമസ്കാരം അത് തുടർന്നു കൊണ്ടുപോകുന്ന മേൽ നിങ്ങൾ നമസ്കരിക്കുകയാണ് എങ്കിൽ ഫഇന്നഹു ദഅബ സ്വാലിഹീന ഖബ്ലകും അത് മുൻകഴിഞ്ഞു പോയ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ തഖബ്ബൽ മിന്നാ ഖിയാമനാ വറുകൂഅനാ. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, വിശ്വാസികൾ, നമ്മളെല്ലാം ത്യാഗോജരായിരുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു. മുൻഗാമികളായ ആളുകൾ ഏത് പ്രവർത്തനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പഠിപ്പിച്ചത്. എന്റെ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുകയാണ്.